എം.എ. ഷഹനാസിനെതിരെ DGPക്ക് പരാതി നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ. ഷഹനാസ് ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം എന്നാണ് പരാതി. ഷഹനാസിനെതിരെ കേസെടുക്കണമെന്നും ഗൂഢാലോചന നടന്നോ എന്ന് അന്വേഷിക്കണമെന്നുമാണ് രാഹുലിന്റെ ആവശ്യം. ഷഹനാസിനെതിരെ മാനനഷ്ടത്തിന് കേസ് നൽകുമെന്നും മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ ഖേഗർ ജി തമ്പി അറിയിച്ചു. ഒരു കോൺസ്പിറസിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പരാതികൾ വന്നിട്ടുള്ളതെന്നും അതുപോലെ തന്നെ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളുടെ മുന്നിലൂടെയും അലിഗേഷൻസ് പറയുന്നതും എന്നുള്ളതാണ് അലിഗേഷൻ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എം.എ. ഷഹനാസ് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ പറഞ്ഞിട്ടുള്ള, ഒരു ഫോറത്തിലും പരാതി പറയാതെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ പറഞ്ഞിട്ടുള്ള എം.എ. ഷഹനാസിനെതിരെ ഇന്ന് രാഹുൽ മാങ്കൂട്ടം ഔദ്യോഗികമായിട്ട് MLA എന്നുള്ള കപ്പാസിറ്റിയിൽ ഔദ്യോഗികമായിട്ട് കേരളത്തിൻ്റെ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ലീഗൽ നോട്ടീസ് അയക്കുന്നുണ്ട്. ബാക്കി നിയമ നടപടിയും കോടതി മുഖേന മാനനഷ്ടം തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ടുള്ള ലീഗൽ റെമഡീസ് എന്തായാലും ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. എം.എ. ഷഹനാസിനെതിരെ DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങള്? വെല്ലുവിളികളൊക്കെ ആവാം, അത് തന്നോളം പോന്നവനോട് പോരെ അല്ലേ? അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനോടൊക്കെ വെല്ലുവിളികൾ നടത്താൻ മാത്രം ഷഹനാസ് വളർന്നിട്ടില്ല. അടൂരിലെ വീട്ടിലോ ബീനാമ്മയുടെ മുന്നിലോ സഹോദരിയുടെ മുന്നിലോ ഒന്നുമല്ല, ഈ രാജ്യത്തിന്റെ ജുഡീഷ്യറിയുടെ മുന്നില് ഷഹനാസിനെ കൊണ്ടുവന്ന് നിർത്തും. തന്റെ കയ്യിൽ തെളിവുകളില്ല, തനിക്ക് ഓർമ്മയില്ല, തനിക്ക് അറിയില്ല, ഞാൻ അവിടെ കേട്ടതാണ്, ഞാൻ ഇവിടെ കേട്ടതാണ് എന്നൊക്കെ മാധ്യമങ്ങളോട് പറയാം. കോടതിക്ക് മുന്നിലാവാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പറയുന്നതൊക്കെ കോടതിയോട്. ബീനാമയുടെ മുമ്പിലും വേണമെങ്കിൽ എനിക്ക് അവിടെ കേട്ടു, ഞാൻ ഇവിടെ കേട്ടു എന്നൊക്കെ പറയാം. പക്ഷെ കോടതിക്ക് മുൻപിൽ അത് പോരല്ലോ. അതുകൊണ്ട് വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു ആണൊരുത്തൻ. ഇനി പറയാനുള്ളത് കോടതിയിൽ. അവിടെ പറയും ഷഹനാസിന് കൊടുക്കാനുള്ള തെളിവുകളൊക്കെ അവിടെ വെക്കാം. ബീനാമയുടെ മുന്നിലല്ല, സഹോദരിയുടെ മുന്നിലല്ല, അടൂരിലെ വീട്ടിലല്ല, പാലക്കാട്ടെ MLA ഓഫീസിന് മുന്നിലല്ല, കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങൾക്ക് മുന്നിലല്ല, കോടതിക്ക് മുന്നില്, ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥക്ക് മുന്നില്, ഈ രാജ്യത്തെ ജുഡീഷ്യറിക്ക് മുന്നില്. ഷഹനാസ് വെല്ലുവിളിച്ചതല്ലേ, ഏറ്റെടുക്കാതിരിക്കാൻ പറ്റുമോ? ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി സമാധാനത്തില് ഷഹനാസിന് കിടന്നുറങ്ങാം. സമാധാനത്തില്. ഷഹനാസിനെ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഷഹനാസിനെ പേടിപ്പിക്കാൻ പറയുന്നൊന്നല്ല. രാഹുൽ പേടിച്ചു പോയിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതാ. ലക്ഷ്മി പത്മയോട് ഞാൻ പറഞ്ഞു, ഷഹനാസിനോട് ഇപ്പോൾ പറയുന്നു, രാഹുൽ പേടിച്ചു പോയിട്ടുണ്ട് കേട്ടാ. നിങ്ങളെ വെല്ലുവിളി കേട്ടപ്പോഴേ രാഹുൽ അങ്ങനെ പേടിച്ച് വിറച്ച് നിക്കറിൽ മുള്ളിപ്പോയി. രാഹുൽ അത്രമാത്രം വലിയ വെല്ലുവിളിയല്ലേ. രാഹുൽ പേടിച്ചു പോയി. കാരണം എന്താ? നിങ്ങളെ കയ്യിലൊക്കെ തെളിവുണ്ടല്ലേ. ആ തെളിവുകളുള്ളപ്പോൾ പിന്നെ രാഹുൽ പേടിക്കാതിരിക്കുക ഇല്ല. എന്നാ പിന്നെ നമുക്ക് എന്താക്കാം, കോടതിയിൽ കാണാം, ജുഡീഷ്യറിയുടെ മുമ്പിൽ, ഈ രാജ്യത്തിന്റെ നിയമത്തിന് മുന്നിൽ കാണാം. ഓക്കെ, ഇനി അങ്ങനെയാവട്ടെ. മനസ്സിലായില്ലേ? അല്ലാതെ ഈ പറയുന്ന എൻ്റെ കയ്യിൽ തെളിവുകളില്ല, ഞാൻ മറന്നുപോയി, എനിക്ക് അൽഷിമേഴ്സ് രോഗമുണ്ട്, ഞാൻ ഓർക്കുന്നില്ല, എനിക്കറിയില്ല, എല്ലാം കൃത്യമായിട്ട് ആധികാരികമായിട്ട് അവിടെ കേട്ടു ഇവിടെ കേട്ടു അങ്ങനെയല്ല. പറയുന്നതിന് ആധികാരികതയോടുകൂടി തന്നെ പറയാൻ രാഹുൽ മാങ്കൂട്ടം തീരുമാനിച്ചിരിക്കുന്നു. ഷഹനാസിനോടുള്ള മറുപടി രാഹുൽ കോടതിയിൽ പറയും. ഷഹനാസിന് പറയാനുള്ളതും രാഹുലിന് പറയാനുള്ളതും ഒരു സംവാദം. മീഡിയേറ്റർ ആരാണ് മീഡിയേറ്റർ? കോടതി മീഡിയേറ്റർ ആവും. ഷഹനാസിന് പറയാനുള്ളത് കോടതിയിൽ പറയാം, രാഹുലിന് പറയാനുള്ളതും കോടതിയിൽ പറയാം. എന്താണെങ്കിലും ഷഹനാസിന്റെ വലിയ മനസ്കതയായിരുന്നല്ലോ. രാഹുലിനെതിരെ പരാതി പറഞ്ഞിട്ടില്ല. രാജ്യത്തെ നിയമത്തിന് മുന്നിലോ പോലീസിന് മുന്നിലോ ഇവിടുത്തെ ജുഡീഷ്യറിക്ക് മുന്നിലോ ഒരു രീതിയിലും എവിടെയും ഒരു നിയമസ്ഥാപനങ്ങൾക്ക് മുന്നിലും ഷഹനാസ് പരാതി പറഞ്ഞിട്ടില്ല. വലിയ മഹാമനസ്കതയാ. രാഹുലിനെ എന്താക്കണം, അങ്ങനെ കോടതിയിൽ വരെ ഒന്നും പോണ്ട, അത്രമാത്രം ഒന്നും നമുക്ക് വേണ്ട. പക്ഷെ നമുക്ക് ഇതൊക്കെ മാധ്യമങ്ങളിലൂടെ പറയാം. ഷഹനാസ് വലിയ ഒരു കൺസിഡറേഷനാ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തത്. അല്ലേ ആണ്. ആ കൺസിഡറേഷന് രാഹുലിന് വേണ്ട. പറയാനുള്ളതൊക്കെ നമുക്ക് കോടതിയിൽ പറയാം. കോടതിയിൽ പറഞ്ഞേ മതിയാകൂ. ഷഹനാസ് പറഞ്ഞതൊക്കെ കോടതിയിൽ തെളിയിക്കണം. മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പരാതി എന്നുള്ള രീതിയിൽ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അടുത്തത് കോടതി വഴിയുള്ള നോട്ടീസ്, വക്കീൽ നോട്ടീസ് ഉടനടി ഷഹനാസിന് എത്തുന്നതായിരിക്കും. ഡോണ്ട് വറി, ബേജാറാവണ്ട. വരും. ദുബൈയിലേക്കാണെങ്കിലും
നാട്ടിലെ അഡ്രസ്സിലേക്കാണെങ്കിലും എവിടേക്കാണെങ്കിലും വരും. ഷഹനാസ് ബേജാറാവണ്ട കേട്ടോ, അത് വരുത്തിക്കാൻ അറിയാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ ദുബൈയിലാണ്, ഞാൻ അറിഞ്ഞില്ല എന്നൊന്നും ഷഹനാസ് പറയണ്ട. അറിയാനുള്ളതൊക്കെ മാധ്യമങ്ങളിലൂടെ അറിയിക്കും. ഇനി അതല്ലെങ്കിൽ പോസ്റ്റൽ വഴി ദുബൈയിലേക്കാണെങ്കിൽ നോട്ടീസ് വരേണ്ടത് അവിടത്തേക്കും വരും. എന്താണെങ്കിലും ഷഹനാസ് ഈ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി എവിടെ പറയേണ്ടി വരും? കോടതിയിൽ പറയേണ്ടി വരും, അല്ലേ? കോടതിയിൽ ഷഹനാസ് പറഞ്ഞിട്ടില്ലെങ്കിലും ഷഹനാസ് പറഞ്ഞ കാര്യങ്ങൾ രാഹുൽ കോടതിയിൽ പറയും. അപ്പം അതിനുള്ള തെളിവുകൾ കോടതിയിൽ ഷഹനാസ് വെച്ചാൽ മതി. അത്രയേ ഉള്ളൂ, സിമ്പിളാണ് കാര്യങ്ങൾ. ഷഹനാസിനെ സംബന്ധിച്ചോളം പേടിക്കാനൊന്നുമില്ല കേട്ടോ, ഒന്നും ഒരു പ്രശ്നവുമില്ല. ഇതൊക്കെ സിമ്പിളാണ്. പാട്ടും പാടിയിട്ട് നമുക്ക് കോടതിയിൽ നിന്ന് കഴിച്ചിലാവാം. കയ്യിലുള്ള തെളിവുകൾ അവിടെ വെച്ചാൽ മതി. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ, വളരെ വെരി സിമ്പിൾ. ഒരു ചെറിയ ഒരു ടി ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന അത്ര, ഒരു ചെറിയ ഉറുമ്പ് കടിക്കുക, അല്ലെങ്കിൽ ഒരു കൊതുക് കടിക്കുന്നത് പോലെ, അത്രയേ ഉള്ളൂ. ഒരു ഉറുമ്പ് കടിക്കുന്നത് പോലെ. ഒന്നും അറിയില്ല, ഉറുമ്പ് അവിടുന്ന് കടിച്ചിട്ട് അങ്ങോട്ട് പോകും. നമ്മൾ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡ് നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാകും, അല്ലേ? സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ജോലിയൊക്കെ ഉള്ള ആളുകൾ ജോലിയൊക്കെ മാറ്റിവെച്ച് നമ്മളെ വിലപ്പെട്ട സമയം അത് കോടതിക്ക് വേണ്ടി ഒരു കുറച്ച് നേരം ചിലവഴിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് പൈസ ചിലവാകും. കാരണം കോടതിയിലേക്ക് പോകുമ്പോൾ ഒരു വക്കീലിനെ വെക്കേണ്ടി വരുമല്ലോ. വക്കീലിനും കുറച്ച് പൈസ കൊടുക്കേണ്ടി, കുറച്ച് ഒരു 10 20 ഒക്കെ, അത്ര മതി, കൂടുതലൊന്നും വേണ്ട കേട്ടാ. ഇപ്പോൾ നമുക്ക് വാർത്താ സമ്മേളനം നടത്താൻ മറ്റേ കൊമേഴ്ഷ്യൽ ബാങ്ക് CBD, കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ദുബൈ, CBD വഴി ഓൺലൈൻ ട്രാൻസാക്ഷനിൽ കിട്ടിയ 1 ലക്ഷം ദിർഹംസ് ഉണ്ടല്ലോ, അത്ര വേണ്ടി വരില്ല. കേരളത്തിലാണല്ലോ, നമ്മുടെ ഇന്ത്യയിൽ 10 റുപ്യ, 5 റുപ്യ ആണെങ്കിലും മതിയാവും. 5 റുപ്യക്കും വരുന്ന വക്കീലുണ്ട്. 5 റുപ്യ ആണെങ്കിലും 10 റുപ്യ ആണെങ്കിലും കിട്ടും. മാക്സിമം 10, അതിന് താഴെ വരുള്ളൂ മാക്സിമം. അപ്പോൾ അത്ര മതി. അപ്പോൾ ഒരു 5 റുപ്യ, ഒരു 10 റുപ്യ, അതാ ഞാൻ പറഞ്ഞത്, ഒരു ഉറുമ്പ് കടിക്കുന്ന പോലെയുള്ള ഒരു ഇറിറ്റേഷൻ. കുറച്ച് നേരം അതിന് വേണ്ടിയിട്ട് ഒരു വക്കീലിനോട് നമ്മൾ കുറച്ച് നേരം സംസാരിക്കേണ്ടി വരും. വക്കീലിനൊരു 5 10 കൊടുക്കേണ്ടി വരും. പിന്നെ ഈ പറയുന്ന പോലെ ചിലപ്പോൾ കോടതി വരെ ഒന്ന് വരേണ്ടി വരും. മനസ്സിലായില്ലേ? കോടതി വരെ ഒന്ന് വരേണ്ടി വരും ചിലപ്പോൾ, അതും ഉറപ്പില്ല, ചിലപ്പോൾ വരേണ്ടി വരുള്ളൂ. അപ്പോൾ അത് വേണ്ടി വരും. എന്താണെങ്കിലും കുറച്ച് സമയം ഇതിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഷഹനാസിന് ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഷഹനാസിൻ്റെ കയ്യിൽ എല്ലാത്തിനും തെളിവുണ്ടല്ലോ, പിന്നെന്തിനാ പേടിക്കുന്നത്? ഷഹനാസ് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഷഹനാസിൻ്റെ കയ്യിൽ തെളിവുണ്ട്. അപ്പോൾ ഷഹനാസ് എന്താക്കും? ആ തെളിവുകൾ കോടതിയിൽ വെക്കും. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. മനസ്സിലായില്ലേ? അപ്പോൾ രാഹുൽ എന്തായാലും വെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറയാണ് ഇവിടെ. ഷഹനാസെ ഹലോ, ഹലോ, ISD ആണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ട്. ഓക്കെ, ശരി, ബൈ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്തല്ലേ? ദുബൈയിലാവട്ടെ ഷാർജയിലാവട്ടെ വാർത്താമാധ്യമങ്ങളെയൊക്കെ കണ്ടിട്ട് വെല്ലുവിളികളൊക്കെ, ഞാൻ പറഞ്ഞില്ലേ, വെല്ലുവിളികളൊക്കെ ആവാം. രാഹുൽ പറഞ്ഞതിനുള്ള മറുപടിയൊന്നും ആയിട്ടില്ല. മാധ്യമങ്ങളുടെ മുന്നിൽ രാഹുലിനെ വേട്ടയാടാൻ വേണ്ടി അജണ്ടകൾ കെട്ടിയിറങ്ങിയ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് രാഹുൽ കോഴിയാണ്, അവൻ പൂവൻകോഴിയാണ്, ഞാൻ അവനെ നിലക്ക് നിർത്തി എന്നൊക്കെ വീമ്പ് പറയുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്നത് രാഹുലാണ്, രാഹുൽ മാങ്കൂട്ടമാണ്. മനസ്സിലായില്ലേ? ഇതുവരെ കണ്ട രാഷ്ട്രീയക്കാരെ പോലെയോ, മനസ്സിലായില്ലേ? പിണറായി വിജയനോ പിണറായി വിജയൻ്റെ അടിമകളോ അല്ല. എന്തെങ്കിലും വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോകാൻ മറുപടിയൊക്കെ കൊടുക്കേണ്ട സമയത്ത് കൃത്യമായി കൊടുത്തത് കൊണ്ട് തന്നെയാണ് അയാൾ ഇന്ന് വേട്ടയാടപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം. അയാൾ കണക്കുകളൊന്നും സാധാരണഗതിയിൽ ബാക്കി വെക്കാറില്ല. ഇപ്പോൾ പല കാര്യങ്ങളിലും അയാൾ ബാക്കി വെച്ചത് അത് കോടതികളിലും പലയിടങ്ങളിലും ആയതുകൊണ്ടും ചിലയിടത്തൊക്കെ ചില കൺസിഡറേഷൻ, അത് മേ ബി സ്നേഹമാവാം, കാമമാവാം, ലൈംഗികതയാവാം, പ്രണയമാവാം, ചിലതൊക്കെ ചില കൺസിഡറേഷൻ കൊണ്ട് തന്നെയാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ആ കൺസിഡറേഷൻ ഒരു കാലത്ത് ആരൊക്കെയോ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ കൺസിഡറേഷൻ ഇപ്പോഴും ആ കൺസിഡറേഷൻ അനുവദിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് വെല്ലുവിളിച്ചിട്ട് രാഹുൽ വെല്ലുവിളിയൊന്നും ഏറ്റെടുക്കില്ല. അയാൾ അത് കണ്ട ഭാവം പോലും നടിക്കില്ല. അയാൾക്ക് ഭയമാണ്, അയാൾ ഭീരുവാണ്, അയാൾ ഭീതിയിലാണ് എന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്, മിഥ്യാധാരണയാണ്. അങ്ങനെ
അത് ശരിയല്ല. രാഹുൽ കൃത്യമായിട്ട് ഹാഷ്മിയോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. 1-2 നിയമപരമായ ഇടപെടലുകൾ കൂടി വരും ദിവസങ്ങളിൽ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാം. കാരണം ഓഫ് കോഴ്സ് കോടതിയുടെ പരിഗണനയുള്ള വിഷയങ്ങളിൽ നമുക്ക് പ്രതികരിക്കാനും വെളിപ്പെടുത്താനും ഒക്കെ ലിമിറ്റേഷൻസ് ഉണ്ടാകും, പരിമിതികൾ ഉണ്ടാവും. അപ്പോൾ ആ ചില നിയമപരമായ ഇടപെടലുകൾ നടത്തി കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ആവാം, അല്ലേ? അതൊക്കെ ആവും, അതൊക്കെ ചെയ്യും, പ്രതികരിക്കും. ഇനി ഓപ്പൺ അപ്പ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം എന്ന സെൻറ്റൻസ് ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ അഭിമുഖത്തിൻ്റെ ക്ലിപ്പുകൾ 24-ൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ അവിടെ കേൾക്കാം. രാഹുൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ രാഹുൽ ഇതൊന്നും ചെയ്യില്ല എന്നൊന്നും ആരും കരുതണ്ട. രാഹുൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാൾ ചെയ്യുക തന്നെ ചെയ്യും. അല്ലാതെ അയാൾ മാളത്തിൽ കയറി ഒളിക്കുമെന്ന് കരുതിയിട്ട് ആരും ഞാൻ കേരളത്തിലല്ല അല്ലെങ്കിൽ ഞാൻ ഇന്ത്യയിലല്ല എന്നൊന്നും കരുതി ആരും വെല്ലുവിളിക്കൊന്നും വേണ്ട. ഞാൻ പറയുന്നത് അയാൾ കായികപരമായിട്ട് നേരിടുകയോ ഭീഷണിപ്പെടുത്തുകയോ മറ്റുള്ളത് ചെയ്യുമോ എന്നൊന്നുമല്ല. വെല്ലുവിളികളൊക്കെ അയാൾ നേരിടേണ്ട രീതിയിൽ, അത് നിയമപരമായിട്ട്. മനസ്സിലായില്ലേ? കാരണം അയാളൊരു ജനപ്രതിനിധിയാണ്, ഒരു പബ്ലിക് ഫിഗറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിയമപരമായിട്ട് തന്നെയായിരിക്കും. ഒരു കാര്യം കൂടി ആവർത്തിച്ച് പറയുന്നു, എത്രയൊക്കെ പരാതികൾ വന്നാലും ആരൊക്കെ വാർത്താ സമ്മേളനങ്ങൾ നടത്തിയാലും ഈ രാജ്യത്തിൻ്റെ നിയമത്തിന് എതിരായിക്കൊണ്ട് അയാൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം, അത് അയാളുടെ കോൺഫിഡൻസ് കൂടിയാണ്, ആത്മവിശ്വാസം കൂടിയാണ്. ബട്ട് ഓവർ കോൺഫിഡൻസ് അല്ല താനും എന്നുള്ള കാര്യങ്ങൾ വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നവരും വെല്ലുവിളിക്കുന്നവരും സോഷ്യൽ മീഡിയയിൽ കുറിപ്പിടുന്നവരും ഒക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. അത്ര മാത്രമേ ഉള്ളൂ. ഭീഷണിയൊന്നല്ല കേട്ടാ, ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുന്നതാണ്.